desperate on my knees to break. And I hear the voice of an angel telling me not to lay down. And I feel the spirit guiding, telling me not to give up. Hold on to every promise I've been praying for. ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ഞാനിപ്പോൾ ദുബായിലെ ജഫ്ലെ എന്നുള്ളൊരു സ്ഥലത്താണ് ഉള്ളത് ആക്ച്വലി ഗായ്സ്. അപ്പം നമുക്കിനി അങ്ങോട്ട് നമ്മുടെ വ്ളോഗ്സിൽ ദുബായിലെ കുറച്ച് വിശേഷങ്ങളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ട്രാവൽ വ്ളോഗ്സ് ആയിരിക്കും കൂടുതലും ഉള്ളത്. അപ്പം ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ദുബായ് ഫ്രെയിമാണ്. ജഫ്ലയിൽ നിന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്ററാണ് ആക്ച്വലി ദുബായ് ഫ്രെയിമിലോട്ടുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇറങ്ങി 9 to 10 മണിക്കുള്ളിൽ അത് ഓപ്പൺ ചെയ്യുമെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് ദുബായ് ഫ്രെയിമിൻ്റെ വിശേഷങ്ങൾ കാണാം. അവിടെ പോയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, എത്രത്തോളം വലുപ്പമുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതികൾ, അതിനകത്ത് എന്തൊക്കെയാണ് കാണാൻ കൂടുതലായിട്ടുള്ളത്. അതിനകത്ത് പറയപ്പെടുന്നത് ആ ഫ്രെയിമിൻ്റെ 2 സൈഡിലും നമുക്ക് അവിടെ നിന്ന് ഇടത്തോട്ട് നോക്കിയാലോ വലത്തോട്ട് നോക്കിയാലോ അതിൻ്റെ കറക്റ്റ് ഓറിയൻറ്റേഷൻ എനിക്കറിയില്ല. ഒരു സൈഡിൽ ഓൾഡ് ദുബായും മറു സൈഡിൽ ന്യൂ ദുബായും ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ഫ്രെയിം എന്നുള്ളൊരു ഇത് വരയ്ക്കുന്നത്. അതിൽ കൂടെ നോക്കുന്നത് നല്ലൊരു കൺസെപ്റ്റാണ് ദുബായ്. ആക്ച്വലി ഈ ടൂറിസത്തിൻ്റെ ഭയങ്കര ഒരു ഹബ്ബായി മാറി. അവർ നന്നായിട്ടത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും അത്രയും നല്ലൊരു നിർമ്മിതി പോയി കണ്ട് നമുക്കതിൻ്റെ വിശേഷങ്ങൾ അറിയാം. അപ്പം വെൽക്കം ടു ക്രിസ് ഓൺ വീൽസ്. ഗായ്സ്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 500 മീറ്റർ നടന്ന് ഇങ്ങോട്ട് മാറി കഴിയുമ്പോൾ നമുക്ക് ദൂരെ തോണ്ടതോ അവിടെ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കാണാമെങ്കിലും ഒരു 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഗായ്സ്, ഇതാണ് ഇവിടുത്തെ മെട്രോ. ഇതാണ് ജഫ്ലിയ മെട്രോ സ്റ്റേഷൻ. ഇതിൽ പാസ് ചെയ്യാനൊരു വലിയ ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ ദുബായ് ഫ്രെയിം കാണാനായിട്ട് നമ്മൾ വരാനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ, മെട്രോ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ ജഫ്ലിയ മെട്രോ സ്റ്റേഷനിലാണ് വന്ന് ഇറങ്ങേണ്ടത്. അതിനകത്ത് വേറൊരു വലിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇപ്പം ഈ സ്ഥലത്ത് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മളവിടെ മാപ്പ് നോക്കുകയാണെങ്കിൽ ജഫ്ലിയ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ കാണിക്കില്ല. ആക്ച്വലി മാക്സ് എന്ന് പറഞ്ഞായിരിക്കും അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം പുതിയതായിട്ട് ആരെങ്കിലും ദുബായിലെ ടൂറിസ്റ്റ് വിസയിൽ വന്ന് നമ്മളിവിടുത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത് മാക്സ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ അല്ലെങ്കിൽ ജഫ്ലിയ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചോദിച്ചാൽ പറഞ്ഞു തരും. പക്ഷേ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, മാക്സ് ആണ് ആ സ്റ്റേഷൻ. പിന്നെ ഇവിടെ ബസ് സ്റ്റോപ്പും ഉണ്ട്. ബസ് സ്റ്റോപ്പും ജഫ്ലിയ എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ പേര് മാറ്റമില്ല. പക്ഷേ മെട്രോയ്ക്ക് മാത്രം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മെയിൻ്റനൻസ് മാക്സ് ആണെന്ന് തോന്നുന്നു ഏറ്റെടുത്തിരിക്കുന്നത് ഈ സ്റ്റേഷൻ്റെ. സോ അത് അവർ സ്പോൺസേർഡ് ആയതുകൊണ്ട് ആ പേരാണ് കൊടുത്തേക്കുന്നത്. നമുക്കിതിൻ്റെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കയറാനുള്ളത് ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ ട്രാക്ക് ആക്സസ് ചെയ്ത് നമ്മൾ അപ്പുറത്ത് പോയി ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. സബീൽ പാർക്കാണിത്. ഇതായിരിക്കണം ഹോപ്പ്ഫുള്ളി ഇത് എൻട്രൻസ് എന്ന് തിരക്കി നോക്കട്ടെ ഗൈസ്. സബീൽ പാർക്കിൽ ആക്ച്വലി കയറണമെന്നുണ്ടെങ്കിൽ മെട്രോ കാർഡ് വേണം. മെട്രോ കാർഡ് വെച്ചാണ് കയറാൻ പറ്റുന്നത്. മെട്രോ കാർഡ് റീചാർജ് ചെയ്ത് അതിലൂടെയാണ് കയറേണ്ടത്. പക്ഷേ ദുബായ് ഫ്രെയിമിൽ അതിൻ്റെ ആവശ്യമില്ല, ക്യാഷ് പേ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഗേറ്റ് 4 ആണ്. നമ്മൾ നേരത്തെ കണ്ടതല്ല അതിൻ്റെ എൻട്രൻസ്. അപ്പം നമ്മളിപ്പം ഗേറ്റ് 4 പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഗേറ്റ് 4 ക്യാഷ് കൊടുത്ത് കയറാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.
On to gate number 4. Here you go. അങ്ങനെ നമ്മൾ ഗേറ്റ് നമ്പർ 4-ൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും അകത്തോട്ട് കയറട്ടെ. This is the entrance, guys. ഗൈസ്, മെയിൻ എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ കാണുന്നതാണ് നമ്മുടെ ഓൾഡ് ദുബായിയുടെ കൾച്ചറാണ് ഈ കാണിക്കുന്നത്. ഉണ്ടോ? കുറച്ച് ഇരുട്ടാണ് ഗൈസ്. Oh, really? Yeah. നമ്മുടെ എത്നിക് ക്ലോത്ത്സ് ആണ്. Come on. ഇതൊക്കെ അവരുടെ പഴയ യൂട്ടൻസിൽസ് ആണ്. മേളിലേക്ക് പോകാനായിട്ടുള്ള ലിഫ്റ്റിന് വെയിറ്റിംഗ് ആണ് ഗൈസ്. മൊത്തം 47 ഫ്ലോറാണ് ഉള്ളത്. ഇപ്പം ഏറ്റവും മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക വ്യൂ പോയിന്റിലേക്ക്. This is really amazing. ഓ എൻ്റെ അമ്മേ, 48 നില മേളിലാണ്, ഗ്ലാസ്സാണ്. നമ്മൾ ഇൻസ്ട്രക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു നടക്കാം, പക്ഷേ ചാടൽ അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യരുത് ഫോർ സേഫ്റ്റി പേർപ്പസ്. പിന്നെ ഇത് നോർത്ത് സൈഡാണ്. ഇങ്ങോട്ട് നോക്കിയാൽ ഓൾഡ് ദുബായ് കാണാം. ഈ സൈഡ് നേരത്തെ പറഞ്ഞ പോലെ ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ദുബായ്. അപ്പം നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, ലെറ്റ്സ് വാക്ക് ത്രൂ ദ ഗ്ലാസ്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് അറിയിക്കാനായിട്ട്. ഓപ്പൺ ആകുമ്പോഴത്തേക്കൊന്ന് കയറാം. Holy shit. എൻ്റെ അമ്മയെ നെഞ്ചിടിക്കുന്നു ഗൈസ്. Awesome.
expansion of Dubai. ബുർജ് ഖലീഫ കാണുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ ആക്ച്വലി ഗൈസ് ഈ ഗ്ലാസ് ആക്ച്വലി ട്രിപ്പിൾ ലെയർ ടിൻറ്റഡ് ഗ്ലാസ് ആണെന്നാണ് പറയുന്നത്. ഹീറ്റെല്ലാം കട്ട് ചെയ്ത് അകത്തോട്ട് ചൂട് കയറാത്ത രീതിയിൽ എയർ കണ്ടീഷൻഡ് ആയിട്ട്. ദിസ് ഇസ് ദ ന്യൂ ദുബായ്. എൻ്റെ അമ്മോ ഭയങ്കരമായിട്ടും നെഞ്ചിടിക്കുന്നുണ്ട് ഗൈസ്. awesome. ഉള്ള കാര്യം പറയാലോ ഗൈസ്, ക്യാമറയിൽ ഈ നിൽക്കുന്നതിൻ്റെ 1/4 എഫക്റ്റ് പോലും ഇല്ല. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ദൈവമേ. Old Dubai Stadium. New Dubai. ഗൈസ് ഇത് നമ്മുടെ ദുബായ് ഫ്രെയിമിൽ വന്നെന്നുള്ളതിനൊരു സോവനിയർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 10 ദിറം ഇട്ടിട്ട് നമ്പർ 4 ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. എന്നിട്ട് നമ്മൾ ഈ വീൽ സ്പിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സോവനിയർ വരും. തിരിച്ചിറങ്ങിയാണ്.
ground floor. Since we don't want too much. Since let's move forward. If you want to take a photo.
souvenirs. Okay, back to the scorching heat, guys. Oh. ഗൈസ്, അപ്പം ഇത്രയാണ് ദുബായ് ഫ്രെയിമിൻ്റെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ, സ്റ്റേ ട്യൂൺഡ്. ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്. അപ്പം ബൈ, ടേക്ക് കെയർ.